ഈ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം തന്റെ പരിധിയിൽപ്പെടുന്നതല്ല എന്നറിഞ്ഞിട്ടും അടിയന്തരമായി ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് ഒരൊറ്റ ചോദ്യം. അതായത് കേരളത്തിലെ സർക്കാർ സ്കൂളില് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്താൽ ഗർഭമുണ്ടാകും. നമസ്കാരം. നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പള്ളുരുത്തി സ്കൂളിൽ നടന്ന ഹിജാബ് വിഷയത്തിൽ ഡെയിലി പ്രതികരണങ്ങളുമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അദ്ദേഹം വന്നു. സർക്കാരിനോട് ഹൈക്കോടതി ഇന്നലെ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിന് ഉത്തരം പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ സർക്കാരിനെ സമീപിച്ചാൽ സ്കൂളിനെതിരെ നടപടിയെടുക്കും എന്ന് തന്നെയാണ്. ഇത് ഒരു പ്രത്യേക അജണ്ട തന്നെയാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. പക്ഷേ നമ്മുടെ വിഷയം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയമല്ല. അതായത് മന്ത്രിയുടെ മൂക്കിന് കീഴെ, അതും എയ്ഡഡ് സ്കൂളോ പ്രൈവറ്റ് സ്കൂളോ അല്ല, സർക്കാർ സ്കൂളിൽ 5 വിദ്യാർത്ഥിനികൾക്ക് കഴിഞ്ഞ 9 മാസമായിട്ട് സ്കൂളിൽ കയറാൻ സാധിക്കാത്ത ഭീകരമായിട്ടുള്ള അവസ്ഥ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥിനികള് കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല എന്നുള്ളതാണ് സത്യം. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിലെ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുത്തിട്ടും ഒരാള് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ 5 വിദ്യാർത്ഥിനികളിൽ തട്ടമിട്ടവരുമുണ്ട്, തട്ടമിടാത്തവരുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ പ്രത്യേകിച്ചായിട്ടുള്ള ആ വയറ്റിൽ പിഴപ്പ് രാഷ്ട്രീയം കളിക്കാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് മുഖം തിരിച്ചു നിൽക്കാൻ മന്ത്രിയെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പെൺകുട്ടികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ സാക്ഷര കേരളം എന്ന് പറയുന്നത് ഞെട്ടിത്തരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ള ജുവനൈൽ ഹോമിൽ കിടത്തും എന്നുള്ള ഭീഷണി ഒരു വശത്ത്, സ്കൂളിൽ നേരിട്ട് വന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചും പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം പെൺകുട്ടികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്ന അവസ്ഥ. DO ഓഫീസിൽ നിന്നാണെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭീഷണി. അതെന്താണ്? പ്രശ്നമുണ്ടാക്കിയാൽ കേരളത്തിലെ ഒരു സ്കൂളിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഭീഷണി. ഒത്തുതീർപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പോയപ്പോൾ അവിടെയും സ്കൂൾ അധികൃതർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ മാത്രം. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തുടങ്ങി വെച്ച ഈ പ്രശ്നങ്ങൾ ഈ അധ്യയന വർഷത്തിൽ ഒക്ടോബർ മാസം എത്തിയിട്ടും, അതായത് കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളത് മാത്രമല്ല, വീട്ടിലിരുന്ന് പഠിക്കാനാണെങ്കിൽ ഈ വർഷത്തെ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പോലും കിട്ടാത്ത വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ഒരൊറ്റ കുട്ടിയാണെങ്കിലും മാനസിക വിഷമം ഉണ്ടായാൽ സംരക്ഷിക്കാൻ കച്ച കെട്ടി ഇറങ്ങാനിരിക്കുന്ന മന്ത്രിക്ക് ഈ 5 പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് ഈ 5 പേരിൽ പെട്ട ഒരു പെൺകുട്ടി കാക്കിയിടാനുള്ള അതിയായ ആഗ്രഹം കാരണം SPC, അതായത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, അതിലേക്ക് അപേക്ഷിച്ച് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത്. ഈ കുട്ടിയെ തെരഞ്ഞെടുത്തില്ല. അതിനുള്ള കാരണം ആ കുട്ടി പ്രധാനാധ്യാപികയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഞെട്ടിക്കുന്നത്. ഈ കുട്ടി കണ്ണെഴുതിയാണ് സ്കൂളിലേക്ക് വരുന്നത്. ഈ കുട്ടി ധരിക്കുന്ന പാന്റിന് നീളം കുറവാണ്. അതോടെ കുട്ടിയുടെ ബാപ്പ സ്കൂളിൽ വന്ന് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് ടീച്ചർ ചോദിക്കുന്നത്, ഈ കുട്ടി സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. മാത്രമല്ല കുട്ടിയോടും പിന്നീട് ഈ ബാപ്പയോടും ചോദിച്ചത് ഈ കുട്ടി ഗർഭിണിയായാൽ ആര് സമാധാനം പറയും എന്നുള്ളതാണ്. ഇനി ഈ ഒരൊറ്റ കുട്ടി എന്നുള്ളത് എങ്ങനെ 5 കുട്ടികളായി മാറി എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. സ്കൂൾ ആനിവേഴ്സറിക്ക് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രം മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന കുട്ടികളാണ് എന്ന് അറിഞ്ഞിട്ടും പ്രധാന അധ്യാപികയുടെ അസിസ്റ്റന്റ് ടീച്ചറായിട്ടുള്ള ആ ടീച്ചർ കുട്ടികളുടെ ഫോൺ പിടിച്ചെടുത്തു. പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ളതാണ് എന്ന് അറിയിച്ചിട്ടും അത് തിരികെ കൊടുക്കാൻ ഈ പ്രധാന അധ്യാപിക തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആദ്യ തവണ ഇറങ്ങിപ്പോടി എന്ന് ആക്രോശിക്കുകയും ചെയ്തു. വീണ്ടും ചോദിക്കാൻ ചെന്നപ്പോൾ ഇറങ്ങിപ്പോടി പട്ടി ഷോ കാണിക്കാതെ എന്നാണ് ഈ അധ്യാപിക പറഞ്ഞത്. ഒടുവിൽ രക്ഷിതാക്കൾ സ്കൂളിലെത്തി ചോദിച്ചിട്ടും ഈ ഫോണുകൾ നൽകാത്ത ഒരു അവസ്ഥ. കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് ഈ അധ്യാപികയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഈ ഫോണുകൾ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ, ജുവനൈൽ ഹോം ഭീഷണി കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഭയം. കാരണം ഇതിനു മുൻപ് ചില വിദ്യാർത്ഥികളെ 3 ദിവസം ജുവനൈൽ ഹോമിൽ കിടത്തിയ അധ്യാപികയാണ് ഈ അധ്യാപിക എന്നുള്ളതാണ് കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മാത്രമല്ല കുട്ടികളുടെ രക്ഷിതാക്കളും ബുദ്ധിമുട്ടിലാണ്. കാരണം ഒരു ഹാർട്ട് പേഷ്യന്റ് അടക്കമുള്ള ഈ രക്ഷിതാക്കളുടെ സംഘത്തിനെതിരെയും പ്രധാന അധ്യാപിക പരാതി കൊടുത്തിട്ടുണ്ട്.
അതും പോലീസില്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കൂടി അറിയണ്ടേ? ജോലി തടസ്സപ്പെടുത്തി, സ്കൂൾ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു, അധ്യാപികയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് പരാതിയിൽ ബോധിപ്പിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഈ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് നീതി കിട്ടണമെങ്കിൽ ഈ 5 കുട്ടികളും ഹിജാബ് ധരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇവർക്ക് വേണ്ടി വാദിക്കാൻ വർഗീയവാദികളുടെ സംഘം സ്കൂളിൽ വന്ന് അക്രമം അഴിച്ചുവിടണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ഇടപെടാൻ എന്താണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിബന്ധനകൾ എന്നുള്ളത് കേരള സമൂഹത്തെ അറിയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് ചിലപ്പോൾ വാർത്തയായിരിക്കില്ല, കാരണം ഇതിൽ വർഗീയതയില്ലല്ലോ. എങ്കിലും പെൺകുട്ടികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചത് കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ ചാനലാണ്. അവർക്ക് ഏതായാലും എൻ്റെ അഭിനന്ദനങ്ങൾ.